IPL ഫൈനലിൽ കൊൽക്കത്തയ്ക്ക് 114 റൺസ് വിജയലക്ഷ്യം. ഹൈദരാബാദ് 113 റൺസിന് ഓൾ ഔട്ടായി. വിവരങ്ങളുമായി ഇപ്പോൾ ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, IPL ഫൈനലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സ്കോറിനാണ് ഇപ്പോൾ ഹൈദരാബാദ് പുറത്തായിരിക്കുന്നത്. 113 റൺസിന് ഓൾ ഔട്ട്. കൊൽക്കത്തയുടെ ഗംഭീര ബൗളിംഗ് പ്രകടനം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാവുള്ളൂ. ഏറ്റവും മികച്ച രീതിയിലാണ് കൊൽക്കത്തൻ ബൗളർമാർ പന്തെറിഞ്ഞത്. ആദ്യ ഓവർ മുതൽ വിക്കറ്റ് വീഴ്ത്തി തുടങ്ങി. എടുത്തു പറയേണ്ടത് മിച്ചൽ സ്റ്റാർക്കിനെയാണ്. 24.75 കോടി കൊടുത്ത് എന്തിന് സ്റ്റാർക്കിനെ ടീമിലെടുത്തു എന്നതിന് ഉത്തരം നൽകിക്കൊണ്ടുള്ള പെർഫോമൻസ് ആണ് മിച്ചൽ സ്റ്റാർക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആദ്യ ഓവറിൽ തന്നെ 5-ാം പന്തിൽ തന്നെ അഭിഷേക് ശർമ്മയെ 2 റൺസിന് പുറത്താക്കി. പിന്നീട് രാഹുൽ ത്രിപാഠിയെയും പുറത്താക്കി ഒരു മികച്ച തുടക്കം തന്നെ നൽകി. വൈഭവ് അറോറയാണ് ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് എടുത്തത്. തുടർച്ചയായ 4 മത്സരങ്ങളിൽ 0-ന് ഹെഡ് പുറത്താവുന്നത്. ഒരുപക്ഷെ മിച്ചൽ സ്റ്റാർക്കിനെ പേടിച്ചുകൊണ്ട് നോൺ സ്ട്രൈക്കിലേക്ക് മാറിയ ട്രാവിസ് ഹെഡിനെ പക്ഷേ വൈഭവ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങി. മറ്റ് ബൗളിംഗ് പെർഫോമൻസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആന്ധ്രേ റസൽ 3 വിക്കറ്റ് വീഴ്ത്തി. ഒപ്പം തന്നെ മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റ്, ഹർഷിദ് റാണയ്ക്ക് 2 വിക്കറ്റ്, വൈഭവ് അറോറയ്ക്കും സുനിൽ നരൈനും വരുൺ ചക്രവർത്തിക്കും ഓരോ വിക്കറ്റ്. എല്ലാ ബൗളർമാരും വിക്കറ്റ് വീഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം തന്നെയാണ് കൊൽക്കത്തൻ ബൗളേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പാറ്റ് കമ്മിൻസ്, അവരുടെ നായകൻ, ഒരിക്കൽ കൂടി ചെറിയ തരത്തിലെങ്കിലും പൊരുതി നോക്കി. 24 റൺസ് എടുത്ത പാറ്റ് കമ്മിൻസ് ആണ് ടോപ്പ് സ്കോറർ. എയ്ഡൻ മാർക്രം 20 റൺസ് എടുത്ത് തുടക്കത്തിൽ ഒരു പൊരുതി നോക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീണതോടുകൂടിയാണ് വലിയ പ്രതിരോധത്തിലേക്ക് പോയത്. അവരുടെ ഇതുവരെയുള്ള ഏറ്റവും വമ്പനടിക്കാരായ ബാറ്റർമാർ ഫൈനൽ ദിനത്തിൽ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അഭിഷേക് ശർമ്മ 2, ട്രാവിസ് ഹെഡ് 0, രാഹുൽ ത്രിപാഠി 9, ഷഹബാസ് 8, അബ്ദുൾ സമദ് 4, ഹെൻറിച്ച് ക്ലാസൻ 16. അവർക്ക് ഈ IPL-ൽ 3 തവണ 250 കടന്ന ടീമാണ് ഹൈദരാബാദ്. പക്ഷേ ഫൈനൽ ദിനത്തിൽ അവർ കളിമറന്നു. അതോടുകൂടി IPL ഫൈനലുകളുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ പുറത്താവുകയാണ് ഇപ്പോൾ ഹൈദരാബാദ്. ഇതിനു മുമ്പുണ്ടായിരുന്നത് ചെന്നൈയുടെ പേരിലാണ്. 125 റൺസിന് 9 വിക്കറ്റ് എന്നത് 2013-ൽ മുംബൈ ഇന്ത്യൻസിനെതിരായ ഫൈനലിലെ സ്കോറായിരുന്നു. ചെന്നൈയുടെ പേരിലുള്ളായിരുന്നു ഏറ്റവും കുറഞ്ഞ സ്കോർ. പക്ഷേ അതിനും താഴെ ചെന്നൈയുടെ മണ്ണിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു സ്കോറിലാണ് ഇപ്പോൾ ഹൈദരാബാദ് പുറത്തായിരിക്കുന്നത്. ഇനി കൊൽക്കത്തയ്ക്ക് കിരീടത്തിലേക്ക് വേണ്ടത് 114 റൺസിന്റെ അകലം മാത്രം. 114 റൺസ് എടുത്താൽ 3-ാം കിരീടം കൊൽക്കത്തയ്ക്ക് ലഭിക്കും. 2014-ന് ശേഷം 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ കൊൽക്കത്തയെ കാത്തിരിക്കുന്നുണ്ട് കിരീടം. വെറും 114 റൺസിനകലെ. ഇനി വിക്കറ്റ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള തരത്തിലാണ് നമ്മൾ അറിയേണ്ടത്. ഇതുവരെ ഡ്യൂ ഒന്നുമില്ല. പേസ് ബൗളർമാർക്ക് വലിയ രീതിയിലുള്ള ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടപെടുന്ന അനിൽ വാസുദേവാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹൈദരാബാദ് 113 റൺസിന് ഓൾ ഔട്ടായിരിക്കുന്നു. കൊൽക്കത്തയ്ക്ക് 114 ഇപ്പോൾ വിജയ ലക്ഷ്യം.